ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആമീസ് കിച്ചൻ. ഇന്ന് നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാക്കാൻ ട്യൂണ സാൻഡ്വിച്ച്. അതിനായിട്ട് നമ്മൾ ടിൻഡ് ട്യൂണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ആദ്യം ഒരു വലിയ ഉള്ളിൻ്റെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ചെറുതാക്കിയിട്ട് നുറുക്കിയെടുക്കണം. അതുപോലെ ഒരു കുക്കുംബറിൻ്റെ ഹാഫ് എടുത്തിട്ട് അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കുക്കുംബറിൻ്റെ ഉള്ളിലുള്ള ആ കുരുവിൻ്റെ ഭാഗം എടുക്കുന്നില്ല കേട്ടോ. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പം നല്ലോണം വെള്ളം ഇറങ്ങിയിട്ട് നമ്മൾ സാൻഡ്വിച്ച് ഭയങ്കര വെള്ളം ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഭാഗം മാറ്റിയിട്ട് അതിൻ്റെ ഫ്രഷ് മാത്രം എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ വീട്ടിലുള്ള കുക്കുംബറോ മുളകോ അങ്ങനെ ക്യാരറ്റ് എന്തെങ്കിലുമൊക്കെ പിക്കിൾ ചെയ്ത് വെച്ചതുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിപ്പം മുളകും കുക്കുംബറും പിക്കിൾ ഇട്ടതുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് ഇനി ഒരു തക്കാളീൻ്റെ ഹാഫ് പോർഷനും കൂടി എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ക്യാൻഡ് ട്യൂണയാണ്. ഇത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിൽ ഇട്ട് വെച്ചിട്ടുള്ള ട്യൂണയാണ്. ഇത് തുറക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൽ നല്ലോണം ഓയിലിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. ഇതിലുള്ള ഓയിലൊക്കെ നമുക്ക് ഡ്രെയിൻ ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് ഈ ഫിഷ് മാത്രം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാവരും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ അടുത്തതായി ആഡ് ചെയ്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിൽ വെച്ച ക്രീം ചീസാണ്. ഒരു വലിയ സ്പൂണ് ക്രീം ചീസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സാൻഡ്വിച്ചായിട്ട് കഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സബ്വേ എന്നൊക്കെ വാങ്ങുന്ന ട്യൂണ സാൻഡ്വിച്ചിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും. എല്ലാവരും ട്യൂണൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ്, നല്ല ഹെൽത്തിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.